നമസ്കാരം, എല്ലാവർക്കും പെൻഡാഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ തുടങ്ങുന്നു, ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു യാത്ര തുടങ്ങിക്കഴിയുമ്പോൾ ജീവിതത്തിൽ പല പല കാലഘട്ടങ്ങളുണ്ടാവും. നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ, 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ, 40 മുതൽ 50, 50 മുതൽ 60, പിന്നെ 60-ന് ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ലൈഫ് എന്നുള്ളൊരു കാറ്റഗറി ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഈ പല പല കാലഘട്ടങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങൾ, അച്ചടക്കങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് കൊണ്ടുവരേണ്ടത്, ഓരോ കാലഘട്ടത്തിലും എന്താണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കിന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് നിഖിൽ നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ജോലി കിട്ടി തുടങ്ങിയുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ചെയ്തൊരു പോകുന്ന ഒരു സാമ്പത്തിക അച്ചടക്കം ആയിക്കൊള്ളണം എന്നില്ല റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ കാലഘട്ടത്തിലും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ജോലി കിട്ടിയ ഒരു കാലഘട്ടം തുടക്കത്തിലുള്ളവർ, അവർ പ്രധാനമായിട്ട് എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് അവർ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്? ഓക്കെ, 20 വയസ്സെന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും കോളേജിൽ നിന്ന് ജസ്റ്റ് പാസ് ഔട്ടായിട്ട് ഇറങ്ങിയിട്ട് ജോലി കിട്ടിയിരിക്കുന്ന ടൈമാണ്. അപ്പോൾ പലപ്പോഴും ഒരു കുട്ടിയൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മിക്കവാറും അവരുടെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞാൽ ഒരു എത്രയാണെങ്കിലും ആയിക്കോട്ടെ, ഒരു 5000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 5000 രൂപയായിരിക്കും ചിലപ്പോൾ പോക്കറ്റ് മണി, ആൻഡ് ഹി ഈസ് വെരി ഹാപ്പി, ഓർ ഹി ഓർ ഷീ അത് വെച്ചിട്ട് അടിച്ച് പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ഹോസ്റ്റലാണെന്ന് നിൽക്കണമെങ്കിൽ ഹോസ്റ്റലിലും ചിലപ്പോൾ 2000 രൂപ കൊടുക്കണ്ടാവും. എനിക്കറിഞ്ഞോട്ടെ ഇപ്പോൾ 2000 ഒക്കെ നടക്കുമെന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. എന്നാലും ഒരു 5000 തൊട്ട് 8000 രൂപയ്ക്കൊക്കെ ഒരു ആവറേജ് പിള്ളേർ താമസിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവർക്ക് ഒരു MBA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടുന്നത് ചിലപ്പോൾ അവർക്കൊരു 15000 രൂപയുടെ ജോലിയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു 20000 രൂപയുടെ ജോലിയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ പല ഉള്ളവർക്കും ഒരു 10000 തൊട്ട് 20000, 25000 ജോലിയുടെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ശമ്പളം പെട്ടെന്ന് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സ്പെൻസ് പെട്ടെന്ന് കൂട്ടേണ്ട കാര്യമില്ല. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ടൈമിൽ ആ പോക്കറ്റ് മണിയിൽ തന്നെ സർവൈവ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാനങ്ങനെ പിശുക്കി ജീവിക്കണം എന്നല്ല പറയണത്, പക്ഷേ ഒരു അമിതമായിട്ടുള്ളൊരു എക്സ്പെൻസിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ചിലപ്പോൾ എഡ്യൂക്കേഷൻ ലോണുള്ള കുട്ടികൾക്കൊക്കെ ഇനീഷ്യലി ആ എഡ്യൂക്കേഷൻ്റെ ലോണിൻ്റെ ഒരു ബർഡൻ ഏറ്റെടുക്കേണ്ടി വരും. ഇനി ഇവർക്ക് ഇന്ന് ലോൺ ഇല്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും കണ്ടുവരുന്ന കാര്യം വെച്ചാൽ, ഇവർക്ക് ജോലി കിട്ടി ഫസ്റ്റ് മന്ത് തന്നെ ഒരു നല്ലൊരു ഫോൺ വാങ്ങും, അല്ലെങ്കിൽ ഒരു 5-6 മാസത്തിനുള്ളിൽ നല്ലൊരു ബൈക്ക് വാങ്ങും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ EMI ട്രാപ്പിലേക്ക് വന്നു. അപ്പോൾ അതിന് നിൽക്കാതെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ട കാര്യത്തിൽ ഒരു ബേസിക് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ ചിലവ് മാക്സിമം, ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു രീതിയിൽ ചിലവ് കൂട്ടാണ്ടിരിക്കുക, ഏതാണോ മിനിമത്തിൽ നിൽക്കുക. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 50% എത്രയാണോ ശമ്പളം കിട്ടുന്നത് 50% സേവ് ചെയ്യാനായിട്ട് തുടങ്ങണം. ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനീഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ മാസത്തെ ചിലവ്, അതിൻ്റെ ചിലപ്പോൾ 10000 ആയിരിക്കാം, ചിലപ്പോൾ 20000 ആയിരിക്കാം. അതിൻ്റെ ഒരു 6 മാസത്തെ പൈസ എമർജൻസി ഫണ്ടായിട്ട് വയ്ക്കുക. ഇതാണ് ഫസ്റ്റ് കാര്യം. വേറെ ഒന്നും ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട. അത് മ്യൂച്വൽ ഫണ്ടിൽ, ഡെറ്റ് ഫണ്ടിൽ മാത്രം ചെയ്യുക, സേവ് ചെയ്യുക. ദാറ്റ് സേവിങ്സ് ഇസ് നോട്ട് ഇൻവെസ്റ്റിംഗ്. അപ്പോൾ ഇത് ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പറയണത്. അപ്പോൾ അതിലൊരു 6% റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ 6% റിട്ടേൺ മാത്രം മതി. അത് 6 മാസത്തേക്കുള്ള പൈസയും എടുത്തു വയ്ക്കുക. ഈ പൈസ ഡെറ്റ് ഫണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു ഇവരുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും പൈസ അധികം കാണുന്നത്. എന്ന് വെച്ചാൽ 6 മാസം ഇനി നമുക്ക് ജോലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും വീട്ടുകാരോട് ചോദിക്കാണ്ട് ജീവിക്കാനുള്ള പൈസയായി. അപ്പോൾ എല്ലാ മാസവും ഒരു തുക വെച്ചിട്ട് ഇതിലേക്ക് അപ്പോൾ 50% വെച്ചിട്ട് നമ്മൾ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 20000 രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ 10000 രൂപയാണ് ചിലവ് നീട്ടുന്നുണ്ടെങ്കിൽ, ഇവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 10000 രൂപയാണ് 60000 രൂപ വേണം എമർജൻസി ഫണ്ട്. 6 മാസത്തിൽ ഈ പറഞ്ഞ 6 മാസത്തേക്കുള്ള എമർജൻസി ഫണ്ടായി. അപ്പോൾ ഇത് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയി. ഇത് കഴിഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇക്വിറ്റി റിലേറ്റഡ് ഫണ്ടുകളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി 1 വർഷത്തേക്ക് ലോണുകളൊന്നും എടുത്ത് വെക്കാണ്ടിരിക്കാൻ നിൽക്കുക. ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ട്. സാമ്പത്തിക അച്ചടക്കം. അപ്പോൾ ഇനി വലിയ മൊബൈലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള മൊബൈൽ വാങ്ങാം, അല്ലാണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു മൊബൈൽ വാങ്ങാണ്ടിരിക്കുക. ഇനി പറയണ എനിക്കൊരു
യൂട്യൂബർ ആവണം, നല്ല ഫോൺ വേണം, അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, അല്ലാണ്ട് ആഡംബരത്തിനുള്ളതല്ല. മനസ്സിലായി. അത് വേറെ. ഇനി ബൈക്ക് വാങ്ങണം, അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനി ബൈക്ക് വാങ്ങിയാലേ സെയിൽസ് ജോബ് കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് ഓൾസോ അനദർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതും ആവശ്യത്തിനുള്ള മതി. അല്ലാതെ നമുക്ക് എനിക്ക് തോന്നുന്നു ബ്രാൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്ലെൻഡറും വാങ്ങാം, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് KTM വാങ്ങാം. അതിലേതാണെന്നുള്ള ഒരു ചോയ്സ് ഉണ്ട് ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ. അങ്ങനെ വെച്ചിട്ട് വാങ്ങാന്നുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ജോലി ചെയ്യണ കമ്പനിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1-2 വർഷത്തിനുള്ളിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 30 വയസ്സിന് മുന്നാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം ഇൻഷുറൻസും, അറ്റ്ലീസ്റ്റ് ഒരു കല്യാണമൊക്കെ കഴിക്കാൻ പ്ലാനുണ്ട്, നമുക്കൊരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ 1 കോടി രൂപയ്ക്കുള്ള കവറേജ് ഉള്ള ഒരു ടൈം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. അത്രയും കുറഞ്ഞ പ്രീമിയത്തിൽ യങ് ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് ടൈം ഇൻഷുറൻസ് കിട്ടും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചിലവ് ഇതായിട്ട് നിർത്തുക. ഇനി പെട്ടെന്ന് കുറച്ചൊരു ഡിസിഷൻ എടുക്കുക. നമുക്ക് ഹയർ എഡ്യൂക്കേഷന് പോകണോ, ഇനി കല്യാണം കഴിക്കണമെങ്കിൽ സ്വന്തം ഫണ്ടിലാണ് കല്യാണം കഴിക്കാൻ പോണത്, ഇമ്മീഡിയറ്റ് ആയിട്ട് ബൈക്കോ കാറോ വല്ലതും വാങ്ങാനുണ്ടോ, ഇതിനെല്ലാത്തിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ഫസ്റ്റ് നമ്മുടെ ശമ്പളത്തിൻ്റെ പകുതിയെങ്കിലും പൈസ മാറ്റി വെച്ചിട്ട് എമർജൻസി ഫണ്ട് 6 മാസത്തേക്കുള്ള പൈസ ബിൽഡ് ചെയ്യുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടിയും ഈസിയാണ് ഈ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് 30,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, അയാൾ 10,000 രൂപയ്ക്ക് ജീവിക്കുന്നുള്ളൂ. 20,000 രൂപ ആൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട്. ആ 20,000 രൂപ മാറ്റി വയ്ക്കണമെങ്കിൽ ശരിക്കും 60,000 രൂപ പുള്ളിക്ക് എമർജൻസി ഫണ്ട് മതി. 3 മാസം കൊണ്ട് ആൾക്ക് എമർജൻസി ഫണ്ടായി. ഇത് കഴിഞ്ഞിട്ട് ഇനി ആ ഹെൽത്ത് ഇൻഷുറൻസും ടൈം ഇൻഷുറൻസിൻ്റെയും കാര്യം ചെയ്യുക. അതോടൊപ്പം തന്നെ എത്രയാണോ ആ ബാക്കിയുള്ള പൈസ അത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ. ആ ഇൻവെസ്റ്റ് ചെയ്യണത് ഇക്വിറ്റി പോർട്ട്ഫോളിയോ ഉള്ള ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ ഗോൾഡോ സിൽവറോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. ഇത് കൃത്യമായിട്ടൊരു ഗോളിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി ബൈക്ക് വാങ്ങണോ, അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ. ഈ പലിശ കൊടുക്കാൻ ഇനി മൊബൈൽ ഫോൺ വാങ്ങണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ 1,20,000 രൂപയുടെ ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ 0% EMI വാങ്ങാം. അതിന് പകരം ഒരു 12 മാസം 10,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് 1 year or 2 year ബൈ സം 10,000 rupees ഗാജറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആ പൈസ മാനേജ് ആയി. ഇനി കല്യാണം കഴിക്കാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എത്രയാണോ മാക്സിമം സേവ് ചെയ്യാന്നുള്ളത്, അത് 1 വർഷം 2 വർഷത്തിനുള്ളിലാണെങ്കിൽ ഡെറ്റ് ഫണ്ട് പോലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 5-20 വർഷം ഇനീഷ്യൽ ടൈമൊക്കെ ചിലപ്പോൾ മിക്കവാറും ജോലി കിട്ടി 5 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാൻ പോണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലോണും ഇല്ലാണ്ട് ഈ SIP ചെയ്തിട്ട് കല്യാണം എന്നുള്ള മീറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പറ്റും. ഈ പറയാം ഇതിന് ഒരു ക്വിക്കായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാൻ എല്ലാം ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഈസി ആയിട്ട് ഒരു ഐഡിയ വേണം. ഇതിൽ ഏത് ഫണ്ടാണെന്നുള്ള എഡ്യൂക്കേഷനല്ല നമുക്കുണ്ട്. നമുക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഒരു 20 to 30 years നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. 20 to 30 പറഞ്ഞാൽ ഫസ്റ്റ് ഒരു എമർജൻസി ഫണ്ട്, പിന്നെ ഒരു പ്രൊട്ടക്ഷൻ പ്ലാനുകൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ളത് വയ്ക്കുക, പിന്നെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഹാബിറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ നടത്താം. ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ റിസ്ക് എടുക്കാൻ നമ്മൾ കുറച്ച് കൂടുതൽ റിസ്ക് ഉള്ള ടൈപ്പ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് അലോക്കേഷൻ കൂടുതൽ കൊടുക്കുക. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരു 20-30 കാലഘട്ടം കഴിഞ്ഞ് 30-40 ഏജ് സ്ലാബിൽ എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും ജീവിതത്തിൽ കുറച്ച് പൊസിഷൻസ് മാറ്റങ്ങൾ വരാം. ഒരു സിംഗിൾ എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലേക്ക് പോവാം. അപ്പോൾ കുട്ടികൾ കാര്യങ്ങൾ വരാം. അപ്പോൾ നമ്മളെ ഗോൾസ്, പ്രയോറിറ്റീസുകൾ, കാര്യങ്ങളെല്ലാം തന്നെ ചേഞ്ച് വരും. ആ ഒരു ടൈമിൽ എന്തൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാം? 30 വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുക. കല്യാണം കഴിച്ചിട്ടില്ല അതിന് ഇമ്മീഡിയറ്റ് ഗോൾ കല്യാണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഫണ്ടുണ്ടോ? പറ്റുമെങ്കിൽ ലോൺ എടുക്കാതെ നമ്മുടെ സേവിങ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു പൈസ ഉണ്ടാക്കിയിട്ട് കല്യാണം നടത്താനായിട്ട് ശ്രമിക്കുക. കല്യാണം നടത്തുകയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് കല്യാണം കഴിക്കുക. ഒരിക്കലും ഓവർ ഷൂട്ട് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഫാമിലിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എമർജൻസി ഫണ്ട് ഉണ്ടോ നോക്കുക. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിനെ കവർ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഹെൽത്ത് ഇൻഷുറൻസ്, ടൈം ഇൻഷുറൻസ് ഉള്ളത് സഫീഷ്യൻ്റ് ആണോ, ഇല്ലെങ്കിൽ അതനുസരിച്ചുള്ളത് കൂട്ടിയെടുക്കുക, അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗോൾ എന്താണ്? ഇപ്പോൾ ചിലപ്പോൾ ഫാമിലിയൊക്കെ കഴിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാറ് വാങ്ങേണ്ടി വരും. അപ്പോൾ അതിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫണ്ട് ഉണ്ടോ, കാർ ലോൺ എടുക്കണോ, അല്ലെങ്കിൽ ഏത് ബഡ്ജറ്റിലുള്ള വാങ്ങണം. അപ്പോൾ ആ ഒരു തീരുമാനമായിട്ട് അതനുസരിച്ചിട്ട് പറ്റുമെങ്കിൽ ലോൺ അവോയ്ഡ് ചെയ്തിട്ട് കാർ എടുക്കാനായിട്ട് ശ്രമിക്കുക.
ഇതും നമുക്ക് നമ്മുടെ വിത്തിൻ ദ ബഡ്ജറ്റിൽ ഒരു കാർ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഈ ടൈമിൽ കുറച്ചും കൂടി മെച്യൂർഡായിട്ട് നമ്മുടെ ഗോളുകൾ മനസ്സിലാക്കണം. കുട്ടികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുട്ടികളായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇനി ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ചിലവെന്ന് പറഞ്ഞാൽ ഡെലിവറി സംബന്ധമായിട്ടുള്ള ചിലവുകളായിരിക്കും. അതിന് കുറച്ച് പൈസ എന്താണെന്നുള്ളത് മാറ്റി വയ്ക്കുക. ഇനി അതല്ല കുട്ടികളൊക്കെ ആയി പിന്നെ വളരെ ക്ലിയറായി അവർ എഡ്യൂക്കേഷനായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി തുടങ്ങണം. അത് UGക്കും PGക്കും എത്രയാണെന്ന് കണക്കാക്കിയിട്ട് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് വീട് വെക്കണമെങ്കിൽ വീട് വെക്കേണ്ടത് എത്രയാണെന്നുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കുക. അതിനനുസരിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഡൗൺ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതിനെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ പറ്റും. പറമ്പ് ആദ്യം വാങ്ങണോ വീട് പിന്നെ വാങ്ങണോ എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഒരു 30 to 40 yearsൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ ടൈമിൽ തന്നെ കൃത്യമായിട്ട് നോക്കുക, റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് എന്ന് റിട്ടയർമെൻറ്റ് എടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഐഡിയാസ് ഉണ്ടാക്കി വയ്ക്കുക. അതിന് എത്ര രൂപ ഫണ്ട് വേണമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിന് ഇത്തിരി ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ 30-40 കാലഘട്ടങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗോൾസുകളോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഗോൾസുകളോ കാര്യങ്ങളോ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് അതിന് കുറച്ചുകൂടി പ്ലാനിങ്ങുകൾ കാര്യങ്ങൾ നടത്തി ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ 30-40 വയസ്സ് കാലഘട്ടങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വെൽത്ത് ക്രിയേഷൻ്റെ ഇത് ആയി തുടങ്ങി അതൊരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ഫോക്കസ് ചെയ്തു. ഇതിൽ ചില ടൈമിലുള്ള ഒരു കാര്യം പറഞ്ഞല്ലേ, നമ്മൾ ചിലത് നമ്മൾ നേരത്തെ പറഞ്ഞ വെച്ചാൽ 20-ാമത്തെ വയസ്സിൽ തുടങ്ങേണ്ട കാര്യമാണ്. അത് ചിലപ്പോൾ ചെയ്യാണ്ടാണ് 30-ാമത്തെ വയസ്സിലാൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് കൂടി ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കണം. ഓക്കെ. ഈ 30-40 കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 40 വയസ്സ് മുതൽ 50 വയസ്സുള്ള കാലഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റികൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് ഇപ്പോൾ മക്കൾ ഉള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങളുടെയൊക്കെ ഒരു പ്ലാനിങ് നമ്മൾ നടത്തി ആ ഒരു ഗോളുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ 40 വയസ്സിന് ശേഷമുള്ളൊരു കാലയളവിലാണ് അത് കൂടുതലും വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താണ് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആംഗിൾ കാര്യങ്ങളുടെ ഒരു അപ്രോച്ച് കൊണ്ടുവരേണ്ടത്? അല്ല, 40 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ മിക്കവാറും കരിയറിനൊക്കെ ഒരുമാതിരി ഒരു ഉറപ്പിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ കരിയറാണ് ചെയ്യാൻ പോകണമെന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കരിയർ നിർത്തി ഒരു ബിസിനസ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊക്കെ ടൈമായിരിക്കും. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കരിയറിലാണെങ്കിൽ അവിടെ ഇങ്ങനെ കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രൊമോഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കരിയറിൽ വല്ല റിസ്ക് ഉണ്ടോ, ഇനി അതിന് വല്ലതും എക്സിസ്റ്റിംഗ് ആയിട്ട് ഉള്ള കരിയർ ഇപ്പോഴത്തെ നോളജും സ്കില്ലനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ, അതിൽ വല്ല നോളജ് ഉണ്ടാക്കിയെടുക്കണോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ശരിക്കും 40-50 വയസ്സിനിടയിൽ ഒരു മേക്ക് ഓർ ബ്രേക്ക് സിറ്റുവേഷനാണ്. നമ്മൾ കരിയർ അവിടെ നിന്ന് അങ്ങനെ തന്നെ പോകുകയാണ്, സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കരിയറെ ചിലപ്പോൾ അവിടെ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉള്ള സ്ഥലമാണ്. ഇനി അവിടെ നിന്ന് ഇനി ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് കറക്റ്റ് ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒരു അപ്ഗ്രേഡേഷൻ വരുത്തി കഴിഞ്ഞാൽ കരിയർ ഭയങ്കരമായിട്ട് കയറി പോകാനും ചാൻസ് ഉള്ള സ്ഥലം. കാരണം അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നോളജും ഇല്ലാണ്ട് അത് വെച്ചിട്ട് ഒരു അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ വെരി ഗുഡ്. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ നോക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് എത്ര ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാമെന്ന് ചെയ്യണോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ എല്ലാ വർഷവും ഒരു 15% ആനുവൽ ഹൈക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ. അതോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു 15% ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ CAGR 30%. രണ്ടും കൂടി ചേർന്നാണ് തന്നെ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും എല്ലാവരും പറഞ്ഞ് ഇനി ആ ടൈമിൽ ചില ടൈമിൽ ട്രേഡിങ് പഠിക്കാന്നൊക്കെ പറയുന്നത്, ട്രേഡിംഗ് ഒന്നും പഠിക്കണ്ട, നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കില്ലിലുള്ളത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 15% ഹൈക്ക് കിട്ടും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ആൾക്കാർ വിട്ടുപോകണം എന്ന ഒരു കാര്യമാണ്. ഈ കോമ്പിനേഷനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കരിയറും പേടിക്കേണ്ട, ഇൻവെസ്റ്റ്മെൻറ്റും പേടിക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയും കൃത്യമായിട്ട് നോക്കാം, എമർജൻസി ഫണ്ട് ഉണ്ടോ, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ, ടൈം ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അതേമാതിരി വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ കുറേ കാര്യങ്ങൾ നോക്കുക. റിട്ടയർമെൻറ്റ് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. റിട്ടയർമെൻറ്റിന് എത്രയാണ് ആ ഡേറ്റും എത്രയാണെന്നൊക്കെ നോക്കുക. പണ്ടേ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സീരിയസ് ആയിട്ട് റിട്ടയർമെൻറ്റിന് നമ്മൾ ഫോക്കസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമുക്കിനി ചിലപ്പോൾ മിക്കവാറും ഒരു 15 വർഷമോ അല്ലെങ്കിൽ 10 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കണം എത്ര രൂപ ആ റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാവണം. അത് കൃത്യമായിട്ട് ഇപ്പോൾ റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിളിലൊക്കെ അടിച്ചാൽ തന്നെ കിട്ടും. ആൻഡ് ഇത്രയും നാളായിട്ടും ഫിനാൻഷ്യൽ അച്ചടക്കമൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് മസ്റ്റായിട്ട് ചെയ്യുക ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പം. എന്നിട്ട് അതനുസരിച്ച് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കി വയ്ക്കുക. അത് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഗ്യാപ്പ് എല്ലാ വർഷവും കുറച്ചുകൊണ്ടിരിക്കുക. എത്രയാണ് ശരിക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയാണ്, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ
എവറി ഇയർ ട്രൈ ആൻഡ് സീ ദാറ്റ് ആ എത്രയാണോ ഗ്യാപ്പ് കുറച്ചുകൊണ്ടിരിക്കുക ഫില്ല് ചെയ്തുകൊണ്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ എത്രയാണോ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് വിചാരിക്കുന്നത് അത് കുറയ്ക്കേണ്ടി വരും. അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 40-ാമത്തെ വയസ്സിലൊന്നും കുറയ്ക്കണം എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ട കാര്യമില്ല. കാരണം അറ്റ്ലീസ്റ്റ് അത് മനസ്സിലായല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. മനസ്സിലായി. അതാണ് നമ്മൾ ഈ 40-50 എന്നുള്ളൊരു കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് 50 വയസ്സ് മുതലുള്ള 60 വയസ്സുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞ കരിയറിലൊക്കെ ഉള്ളവരെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും തന്നെ 60 വയസ്സിന് ശേഷം കൂടുതൽ പേരും ജോലി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഈ 50 വയസ്സ് മുതൽ 60 വയസ്സുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കരിയർ വൈസോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അവർ പീക്കിൽ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ കരിയർ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും നോക്കുന്നത്. അതുപോലെ അവരുടെ ഈ സാമ്പത്തികമായിട്ട് വരാൻ സാധ്യതയുള്ള ഗോളുകൾ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യേണ്ട ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ടാവും. പിന്നെ ഈ ലോൺസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് ഒന്ന് സെറ്റ് ആവുക എന്നുള്ളൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അവർ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു ഇതിൽ എന്തൊക്കെയായിരിക്കും അവർ മെയിനായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു അച്ചടക്കം? 50-ാമത്തെ വയസ്സിലാണെങ്കിൽ ഈ പറഞ്ഞ ബേസിക് കാര്യങ്ങളല്ലേ, എമർജൻസി, ഹെൽത്ത്, ഇതെല്ലാനും ക്ലിയർ ആയിട്ട് വയ്ക്കുക. ഇനി 50-ാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും മിക്കവാറും കുട്ടികളിലേക്ക് ഒരു പഠിപ്പിൻ്റെ ഗോളുകളുടെ ടാർഗറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2 പിള്ളേരൊക്കെ ഉള്ളതാണെങ്കിൽ കുട്ടികൾക്ക് 17-ാമത്തെ വയസ്സ് ഹിറ്റ് ചെയ്യുന്ന ടൈമാണെങ്കിൽ ഫസ്റ്റത്തെ കുട്ടിയുടെ 17-ാമത്തെ വയസ്സ് ഡിഗ്രിക്ക് വിടണം, 2ാമത്തെ കുട്ടിയുടെ UGക്ക് വിടണം, ഇനി 1ാമത്തെ കുട്ടീനെ PGക്ക് വിടണം, 2ാമത്തെ കുട്ടീനെ PGക്ക് വിടണം. അപ്പം 4 ഗോളായി. ഇപ്പം ഏകദേശം ഒരു 50 ലക്ഷം തുടങ്ങിയിട്ട് 2 കോടി വരെ പോകാനായിട്ട് ഇത് മാത്രം മതി. ഞാനൊരു ആവറേജ് ഫാമിലിയുടെ കാര്യം പറഞ്ഞത്. മനസ്സിലായി. അപ്പോൾ ദിസ് ഇസ് എ സ്പെൻഡിങ് ഇയർ. ഇനി കല്യാണം കഴിക്കാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതും 50 to 60 years ഇസ് ഇമ്പോർട്ടൻറ്റ് പീരീഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബഡ്ജറ്റ് എത്രയുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. നമ്മുടെ അടുത്തുള്ള റിസോഴ്സ് മതിയോ, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇത് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് കൃത്യമായിട്ട് അറിയണം നമ്മുടെ ബഡ്ജറ്റിനുള്ള പൈസ നമ്മുടെ അടുത്തുണ്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ വി നീഡ് ടു കട്ട് ഡൗൺ, എക്സ്പെൻസ് കട്ട് ഡൗൺ ചെയ്യണം. ഒരിക്കലും റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞ ഗോളിനെ ഇതൊന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. റിട്ടയർമെൻറ്റ് സൈക്കിളിലേക്ക് അടക്കണം. അപ്പോൾ റിട്ടയർമെൻറ്റിന് ഇത് നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ ഗോൾസും അറിയാൻ വേണം. റിട്ടയർമെൻറ്റ് എത്ര അറിയണം. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം അച്ചീവ് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ആവില്ല എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കല്യാണങ്ങൾക്കുള്ള ബഡ്ജറ്റ് നമ്മൾ കുറയ്ക്കണം. അല്ലെങ്കിൽ പിള്ളേരോട് കഴിക്കാൻ പറ്റണം. പാരൻസ് സപ്പോർട്ട് ചെയ്യണ ഒരു സിറ്റുവേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് ആണെങ്കിൽ കുറയ്ക്കണം. കാരണം കുട്ടികളുടെ ഈ പറഞ്ഞ എഡ്യൂക്കേഷനും കല്യാണ ഗോളും മീറ്റ് ചെയ്ത് നമ്മൾ റിട്ടയർമെൻറ്റിന് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗർ റിസ്ക്. ആ റിസ്കിന് നമ്മൾ നിൽക്കരുത്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും കൂടി നോക്കണം. കാരണം നമ്മൾക്കിപ്പോൾ ഉള്ള ഇൻഷുറൻസ് മതിയോ, ഇല്ലാന്നുണ്ടെങ്കിൽ കൂട്ടാനായിട്ട് ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റിട്ടയർമെൻ്റ് കോർപ്പസും ഉണ്ട്. ആ സമയത്ത് ഒരു നല്ലൊരു അസുഖം വന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പൈസ തീരാനായിട്ട് അത് മതി. പിന്നെ അനാവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവരുത് ആ ടൈമിൽ. വേണമെങ്കിൽ എടുക്കണം. പിന്നെ ഈ ടൈമിലാണ് മിക്കവാറും റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഗ്രാറ്റുവിറ്റി എമൗണ്ട് വരുന്നത്, PF എമൗണ്ട് വരുന്നത്. ഈ സമയത്ത് പല ആൾക്കാരും എന്താ പറയുക, ഒത്തിരി പോൺസി സ്കീമിലൊക്കെ ചെന്ന് പെടാൻ ചാൻസ് ഉണ്ട്. അതിൽ ചെന്ന് പെടാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചിലപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഈ സമയത്ത് മിക്കവാറും പുതിയ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ടൈപ്പാണ്. ചിലപ്പോൾ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഡെഫിനറ്റ്ലി ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ ചെയ്യുന്നതിന് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഈ സമയത്ത് നമ്മുടെ കോർപ്പസും കൂട്ടരായിരിക്കും. കാരണം നമുക്ക് പണ്ട് യങ് ആയിരിക്കുന്ന ടൈമിൽ ഇപ്പോൾ നമ്മൾ 1 കോടി ഉണ്ടാക്കാന്നുള്ളതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ 50 ലക്ഷത്തിലേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴേ ചിന്തിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ അടുത്ത് 1 കോടി 2 കോടിയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒരു 50% തകർന്നു പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സമയമില്ല, കരിയർ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് യു നീഡ് ആൻ അഡ്വൈസർ ടു ഹാൻഡിൽ ദിസ്. ഒരു കറക്റ്റ് ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്താണെന്ന് വെച്ചാൽ അത് യു നീഡ് ടു ഹാവ് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് യുവർ എൻ്റയർ ഫിനാൻഷ്യൽ സ്ട്രക്ചർ. അല്ലാതെ കുറച്ചവർ അത് നടക്കില്ല. എല്ലാം ഒരു ആൾ തന്നെ. പിന്നെ കൃത്യമായിട്ട് നോമിനേഷൻസ് കൃത്യമായിട്ട് വയ്ക്കുക, വില്ല് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക.
നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ നെക്സ്റ്റ് ഫാമിലി മെമ്പർക്ക് അത് മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ 50-60 കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ 60 കഴിഞ്ഞാൽ ഇപ്പോൾ റിട്ടയർമെൻറ്റുകൾ കാര്യങ്ങൾ ഓപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു റിട്ടയർമെൻറ്റ് സൈക്കിൾ ലൈഫിലേക്ക് കടന്നു. അപ്പോൾ അവർ പിന്നെ എന്താണ് സാമ്പത്തികമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊരു എമൗണ്ട് ഉണ്ടാവും, അത് വെച്ചായിരിക്കും മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പിന്നെ അവരെന്താണ് ചെയ്യേണ്ടത്? അല്ല, ഈ ടൈമിലുള്ള കാര്യം വെച്ചാൽ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാനാണ് പോണത്, എൻജോയ് ചെയ്യാനാണ് പോണത്, അതോ യു വാണ്ട് ടു ഡു സംതിങ്. ഓക്കെ, അപ്പോൾ എൻഗേജ്മെൻറ്റ് എന്താണ്? നമുക്ക് 60 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ടാവും, പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഒരു കുറേ കോർപ്പസ് ഉണ്ടാവും. ഈ സമയത്ത് നമുക്ക് ചിലപ്പോൾ ടൂറൊക്കെ പോകണം, അങ്ങനത്തെ കുറേ ആവശ്യങ്ങളൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ എന്താണ് നമ്മൾ നോക്കി, അപ്പോൾ എക്സ്പെൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടൈമിൽ എന്തെങ്കിലും എൻഗേജ്മെൻ്റ് ഉണ്ട്, നമുക്ക് ഇൻകമൊക്കെ വരണമെങ്കിൽ വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഒരു ഫ്രീ ഫ്ലോ ഇൻകം വരണമെന്നുണ്ടെങ്കിൽ റെൻ്റൽ ഇൻകം അതൊക്കെ വെരി ഗുഡ്, പെൻഷൻ ഉണ്ടെങ്കിൽ വെരി ഗുഡ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് വല്ല കൺസൾട്ടിങ് വെച്ചാൽ അതിൽ നിന്ന് ഇൻകം വരണമെങ്കിൽ വെരി ഗുഡ്. അതോടൊപ്പം ഇനി നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ആവണം. ലോണൊന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കഴിക്കാൻ നോക്കണം. ഇനി നമ്മുടെ അടുത്ത് ഒരു കോർപ്പസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വളർത്താനായിട്ട് നോക്കേണ്ട വെച്ചാൽ ഒരു എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ വെക്കുക. അറ്റ്ലീസ്റ്റ് 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ ഉള്ള ഒരു എമർജൻസി ഫണ്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കറക്റ്റായിട്ട് മാറ്റി വയ്ക്കണം. ഇനി ബാക്കിയുള്ള പൈസ എത്രയാണോ മാസം ഇൻകം വരേണ്ടത് അതിന് ജനറേറ്റ് ചെയ്യാൻ എത്ര രൂപ വേണം. ഓക്കെ, അത് ഒരു പെട്ടെന്ന് ലിക്വിഡിറ്റി ഉള്ളതും ഇൻകം വരുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ വയ്ക്കാം. അത് നമ്മുടെ ഇൻകം ജനറേറ്റിംഗ് ഇതായിട്ട്. മൂന്നാമത്തത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ 3 ബക്കറ്റായിട്ട് വയ്ക്കുക. 1 എമർജൻസി, 1 ഇൻകം ജനറേറ്റിംഗ്, 1 വെൽത്ത് ക്രിയേഷൻ. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ 10 വർഷം കൂടുമ്പോഴും നമ്മുടെ എക്സ്പെൻസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇൻകം ജനറേറ്റിംഗ് അസറ്റ് പോരാണ്ട് വരുമ്പോൾ ഈ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് പൈസ എടുത്തിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പറയണത് വലിയ തിയറിയാണ്, പക്ഷേ ഇത് ചെയ്തെടുക്കാനായിട്ട് ഇറ്റ്സ് എ വെരി സീരിയസ് അപ്രോച്ച്. ഈ പറഞ്ഞ ഇനി 60ാമത്തെ വയസ്സിലും വില്ല് എഴുതിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഇനി വില്ല് എഴുതാനായിട്ട് സമയമില്ല. വില്ല് എഴുതി വയ്ക്കാന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പോകാനായിട്ട് ചിലപ്പോൾ വില്ലായിരിക്കും, ചിലപ്പോൾ ട്രസ്റ്റ് എഴുതേണ്ടി വരും. വില്ലാണെങ്കിൽ എഴുതിയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ പല കാലഘട്ടങ്ങളിലൂടെയുള്ള ഒരു യാത്രയുടെ ഇത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ ഒരു ഇത്. അപ്പോൾ ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻലി നമ്മൾ തുടക്ക കാലഘട്ടങ്ങളിൽ ചെയ്യേണ്ടത്. പിന്നെ ഒരു മിഡ് ആകുമ്പോൾ നമ്മൾ ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഒന്ന് കുറച്ചുകൂടി ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു ആംഗിളിലേക്കുള്ള രീതിയിൽ ചെയ്തു തുടങ്ങുക. പിന്നെ റിട്ടയർമെൻറ്റ് കാലഘട്ടങ്ങളിലേക്ക് കിടക്കുന്നത് വെച്ചാൽ നമുക്കൊരു ഇൻകം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യണം. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഉണ്ടാക്കിയ ഒരു കോർപ്പസ് അല്ലെങ്കിൽ ഒരു വെൽത്തിൻ്റെ അപ്രിസിയേഷനും കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ മാനേജ് ചെയ്തു. അതുകൂടാതെ ഒരു മെഡിക്കൽ പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള പ്രൊട്ടക്ഷനുകൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തുക. ഓക്കെ, നമ്മളിന്ന് വർത്തമാനം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കാര്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ട്. കാരണം ഇതൊന്നും ഹൈഡ് ചെയ്ത് വെച്ചല്ല, ഞാൻ പിന്നെ ഇത്രയും കാര്യം കവർ ചെയ്യണതിൻ്റെ പേരിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഓപ്പൺ ആയിട്ടൊരു ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു ഫിനാൻഷ്യൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ആ പ്ലാൻ അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതെ, ഓരോരുത്തരുടെയും ടേസ്റ്റുകൾ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളോ ജീവിത രീതികളോ എക്സ്പെൻസുകളോ എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നടത്തിയിട്ട് അവർക്ക് ആവശ്യകതകൾക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പല ജീവിത കാലഘട്ടങ്ങളിൽ നമുക്ക് വരുന്ന പല സമയത്തും എന്തൊക്കെയാണ് നമ്മൾ ഒരു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട അച്ചടക്കങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പം നിങ്ങളുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചിട്ട് എങ്ങനെ അത് മാനേജ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടൊരു നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനറെയോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെയോ കണ്ടിട്ട് അത് കൃത്യമായി മാനേജ് ചെയ്ത് എല്ലാവർക്കും ഇത് നല്ല രീതിയിലുള്ള ഒരു ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാനും ലൈഫ് എൻജോയ് ചെയ്യാനും സാധിക്കട്ടെ.